മദ്യവും മയക്കുമരുന്നും എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരുന്ന് പറയുന്നത്. മദ്യവും മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ മദ്യം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ മയക്കുമരുന്നായിട്ട് ഇത് ഇരിക്കുകയും വലിയ വ്യവസായമായി മാറിപ്പോയപ്പോഴാണ് മറ്റ് സാധനങ്ങൾ വന്നാൽ അവരുടെ കച്ചവടം താരും എന്നറിയുന്നത് കൊണ്ടാണ് ഈ കാണുന്ന സംഭവം മുഴുവൻ. സർ, ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ നിലവിൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊന്നും അല്ല, ഇവിടുത്തെ സ്വാമിമാരാ അതൊക്കെ കഴിക്കുന്നത്. നിങ്ങളെ പറയുന്നത് ഈ നാട്ടിൽ വെറുതെ ഇങ്ങനെ പറയരുത്. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരൊന്നും അല്ല കഴിക്കുന്നത്. റോഡ് മുഴുവൻ കിടക്കുന്ന ഈ വയസ്സന്മാർ മുഴുവൻ പിന്നെ എവിടുന്നാ വരുന്നത്? ഈ മദ്യം മുഴുവൻ മേടിച്ച് കഴിക്കുന്ന ആരാണ്? ഓക്കെ, ആരും ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞാൽ മതി. അതിന് ഈ ചെറുപ്പക്കാരെ രക്ഷിക്കുന്ന യുക്തിയൊന്നും പറയണ്ട. ഓക്കെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഇപ്പോൾ ഇത് ലീഗലൈസ് ആക്കുകയാണെങ്കിൽ ഈ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം അത് വല്ലാണ്ട് അങ്ങ് സ്പൈക്ക് ആവില്ലേ? ഇല്ല. നിങ്ങളെന്താണ് മയക്കുമരുന്ന് ഉപയോഗിക്കാത്തത്? മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ഇവിടുത്തെ സ്ത്രീകളല്ല ഈ ഇവിടെ പോയിട്ട് ക്യൂ നിന്ന് മദ്യമൊക്കെ മേടിക്കാത്ത എന്താ? പറഞ്ഞാൽ മതി. സുലഭമായി കിട്ടുന്നുണ്ടല്ലോ. അല്ല, ഇപ്പോഴും ഈ ഔട്ട്ലെറ്റിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അപ്പൊ മിണ്ടരുത്. അല്ല, അപ്പൊ ആ പറയുന്ന സാധനം എത്രയാണ് മനസ്സിലാക്കണ്ട. ഈ നാട്ടിനകത്ത് ഇത്രയും ഡിവിഷൻ, സ്ത്രീകൾ മുഴുവനും വീട്ടിനകത്തിരിക്കുകയും അവരെല്ലാം സുലഭമായി കിട്ടുന്ന സാധനം സിഗരറ്റാണല്ലോ. എന്താ മേടിച്ചു എല്ലാവരും ഇവിടുത്തെ മുഴുവൻ പേരും വലിക്കാത്ത?